എൻ്റെ മോൻ ഇതെന്തും ഒരു ഹൈവേ ആണ്. നമുക്കിവിടെ നിന്ന് ഏകദേശം മാപ്പിൽ എങ്ങനെ ആ മലയാണ് പോവേണ്ടത്. നല്ല ആരോമാർക്ക് കാണുന്നുണ്ടായിരുന്നോ? ഇതാണ് ഗുഹ. ഇതുവഴിയാണ് തന്നെ ഇറങ്ങുന്നത്. നാട്ടിൽ ഇത്രയും മനോഹരമായ ഒരു മലനിര ഉണ്ടോ എന്ന് തന്നെ പോകാനുള്ള ഒരു വഴിയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കന്യാകുമാരി ഉണ്ടോ? നമുക്ക് കയറാനുള്ള മലയാണ് ഈ കാണുന്നത്. ഏകദേശം 500,000 സ്റ്റെപ്പ് എന്തോ ഉണ്ട്. ഈ സ്റ്റെപ്പ് കയറി 3 സ്റ്റെപ്പായിട്ടാണ്. ഇവിടെ നാരായണഗുരുസ്വാമി, അഗസ്ത്യർ മുനി ഇവരൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. നാരായണഗുരുസ്വാമി തപസ് ചെയ്ത ഒരു ഗുഹയുമുണ്ട് ഏറ്റവും മുകളിൽ. നമുക്കത് കയറി കാണാം. ഇവിടെ വരുന്ന ആൾക്കാർ മാക്സിമം രാവിലെ വരെ നോക്കാം. ഞാൻ വന്ന നല്ല വെയിലത്താണ്, അകപ്പടപ്പെട്ട് പിന്നെ ഒരു വെള്ളം കൊണ്ട് കയറുന്നത്. ഇവരൊക്കെ കയറാൻ കഷ്ടിച്ച് കയറാനുള്ള ഒരു ചെറിയ വഴി. ഇതുണ്ടായിരുന്നു പാറ പോലെ. മഴ സമയത്ത് വെള്ളം കയറാൻ തോന്നുന്നു കേട്ടോ. ഇപ്പം ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് മുകളിലോട്ട് നമുക്ക് കയറാം. അപ്പം അത്യാവശ്യം ഇവിടെ എന്തൊക്കെയോ കച്ചവടങ്ങളുണ്ട്, വെള്ളമൊക്കെ ഉണ്ട്. അറിയത്തില്ല ഇവിടെ വരുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച്. അനന്ത് സ്വാമി സ്ഥാനം பண்ண அந்த குகை எங்கே இருக்குது? முகல்லையா மேலையா? இங்கே வெள்ளம் இருக்குன்னு தெரியாதே, கீழேருந்து வாங்கிட்டு வந்தேன். കേട്ടില്ല? നിൽക്കണ്ടയാ? ഞാൻ ഒരു വീട്ടിലും പാക്കലേ. ആ, വെള്ളവും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. ഗൂഗിൾ പേ ഒന്നുമില്ലല്ലോ, പൈസ കൊടുത്തില്ല അവരുള്ളൂ. ഇവിടെ അത്യാവശ്യം നമുക്ക് കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ താഴെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം. ഞാനിപ്പോൾ താഴെ നിന്ന് ഒരു വെള്ളം ചുമന്നിട്ടാണ് മുകളിൽ കയറിയത്. അതിൻ്റെ ആവശ്യമില്ല. ഇനി മുകളിൽ കടയില്ലല്ലോ? ഇല്ലല്ല, ആ മുകളിൽ കടയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്ന ആൾക്കാർ ഇവിടെ നിന്ന് വെള്ളം വാങ്ങിച്ചിട്ട് വരാൻ മാക്സിമം ശ്രമിക്കുക. അതാണ് നല്ലത്. നമ്മൾ താഴെ നിന്ന് വെള്ളം ചുമന്നിട്ട് മുകളിൽ കൊണ്ടുവരാൻ ഏറ്റവും ബെറ്റർ ഇതാണ്. ഏറ്റവും കഠിനമാണ് മോനെ. അപ്പോൾ താഴെ ചേട്ടൻ പറഞ്ഞ് ആരോ മാർക്കുണ്ട്, അത് നോക്കി പോയാമെന്നാണ് പറഞ്ഞത്. ഇനിയുള്ള വഴിയെന്ന് വെച്ചാൽ അത്യാവശ്യം ടാസ്ക് പിടിച്ച വഴിയാണ്. അപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് പോയാൽ ഞാൻ ഏതെങ്കിലും പാറയുടെ മുകളിൽ ഇരിക്കും. അതുകൊണ്ട് നടന്നു കൈ വെക്കുന്നതിന് നല്ലതെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നത്. നടന്ന് തളർന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാമെന്ന്. അത്രയ്ക്ക് ഊപ്പാട് തോന്നുന്നു, കയറി വന്ന കയറ്റവും എല്ലാം. ഇന്നൊക്കെ പയ്യെ നടക്കാം. കയറിപ്പോകുന്ന വഴി ഒന്നും ആയിട്ടില്ല. ഇനി അത്യാവശ്യം നല്ല ദൂരം നടക്കാനുണ്ട്. രാവിലെ കാപ്പ് കുടിക്കാതെ ഇറങ്ങിയതുകൊണ്ടാണ് കുറച്ച് കയറാൻ പറ്റുന്നത്. പിന്നെ ഞാൻ രാവിലെ ചെറിയ ചെറിയ സ്നാക്സൊക്കെ വാങ്ങിച്ചായിരുന്നു. കാര്യം മുകളിലോട്ട് കയറി വന്ന വഴിയാണ് ഈ കാണുന്നത്. ഇനി കയറാൻ പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. എല്ലാ സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് നിക്ഷേപിക്കാനുള്ള ഓരോ ബക്കറ്റുകൾ അവരിട്ടിട്ടുണ്ട്. അതെന്തായാലും വലിയ സംഭവം തന്നെ കേട്ടോ. മരുത്തോമല വരുന്ന ആൾക്കാർ താല്പര്യമുണ്ട്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടാം. റൂട്ട് ഞാൻ കറക്റ്റാണ് പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ വരുമ്പം 2 റൂട്ടാവുന്നുണ്ട്. നമുക്കപ്പോൾ ഈ റൂട്ട് കയറാം. ആരോമാർക്ക് കണ്ടോ, ഇടത്തോട്ടും വലത്തോട്ടും. നമുക്കപ്പോൾ ഇട സൈഡ് കയറി തന്നെ പോവാം. അപ്പോൾ സോറി, വല സൈഡ്. 2 ഒന്നാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുന്ന കാഴ്ച ഞാൻ ഞെട്ടി, നിങ്ങൾ ഞെട്ടണ്ടേ? പോവേണ്ടത് നമ്മൾ അടുത്തെത്താറായെന്ന് തോന്നുന്നു. മണി കണ്ട 11:30. എല്ലാ സ്ഥലത്തും പ്ലാസ്റ്റിക് ഇടലെന്നുള്ള ബോർഡും ബക്കറ്റും വെച്ചിട്ടുണ്ട്. അതെന്തായാലും സമ്മതിക്കണം. കേരളത്തിലെ ചില ടൂറിസ്റ്റ് പ്ലേസിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നടക്കാൻ വയ്യ കേട്ടോ.
ഇവിടുത്തെ മരത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ? എന്ത് മരമാണെന്ന് അറിയത്തില്ല. പുളിമരമാണോ നെല്ലിമരമാണോ ഒരു പിടിയുമില്ല. എനിക്ക് മുമ്പേ ആരെങ്കിലും കയറിയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. മുകളിൽ പോകുമ്പോൾ അറിയാം അവിടെ എന്താണത്തെ സിറ്റുവേഷൻ. താഴത്തെ ചേട്ടൻ പറഞ്ഞ് ബൈക്ക് കടന്ന് വരെ പക്ഷി വന്നിരുന്നാണ് പറഞ്ഞത്. ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അവിടെ വെച്ചിട്ട് വന്നത് ഞാൻ. കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റ് കേട്ടോ. ഓൾമോസ്റ്റ് അടുത്തെത്തിയിട്ടുണ്ട്. ആരോമാർക്ക് കാണുന്നുണ്ടായിരുന്നോ? ഇവിടെ വരെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ വരുന്ന ആൾക്കാർ പെയിൻറ്റ് കൊണ്ട് അവരുടെ സ്ഥലവും പേര് എഴുതി വെച്ചിട്ട് പോകും. കാര്യം അടുത്ത് വരുമ്പോൾ അവർക്ക് ഓർമ്മിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഈ മല നിറച്ചും അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ബോർഡുകളാണ് മൊത്തം കാണുന്നത്. കണ്ടായിരുന്നോ? ഇനി ഇതുവഴിയാണ് പോവേണ്ടത്. നമ്മൾ ഏകദേശം ടോപ്പിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിലും അടിക്കുന്നുണ്ട്. കയറിയിട്ട് ഇനിയും കയറാണ്ട ഈശ്വര. നിരന്ന തറയാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രം മുകളിലാണ്. ഇവിടെ നിന്ന് താഴത്തെ കാഴ്ച എന്ന് പറയണത് എനിക്ക് പറയാൻ പറ്റത്തില്ല. കന്യാകുമാരി ഉണ്ടോ? ഇന്ത്യയുടെ ഭൂപടം എങ്ങനെ അവർ മാർക്ക് ചെയ്തിരിക്കുന്നു അതേപോലെയാണ് ഈ സ്ഥലം കിടക്കുന്നത്. ഇപ്പം ഇവിടെ ഒരു ഗുഹയുണ്ട്. നമുക്ക് ആ ഗുഹയ്ക്കകത്ത് ഇറങ്ങി നോക്കാം. ആഞ്ജനേയർ ഗുഹയ്ക്കകത്ത് കയറുന്ന ആൾക്കാർ ചെരുപ്പ് ഊരിയിടണമെന്നാണ് പറയണത്. നമുക്ക് അതിനു മുമ്പ് ഇവിടുത്തെ വിഷ്വൽ കാണാം. തമിഴ്നാട്ടിലെ മരുത്തോമലയിൽ കന്യാകുമാരിക്ക് അടുത്ത് നിൽക്കുന്ന ഈ ഒരു സ്ഥലം എൻ്റെ പൊന്നു മോനെ ഒരു രക്ഷയില്ല. താഴെ ഗുഹയാണ്. നമുക്ക് താഴെ ഗുഹയാണ്. ഗുഹയ്ക്കകത്ത് ഇറങ്ങാം. ഒരാൾക്ക് കഷ്ടിച്ചിറങ്ങാൻ പറ്റുന്നൊരു ഗുഹയാണ്. എനിക്കിറങ്ങാൻ പറ്റുമെന്നുള്ള സംശയമാണ്. ഈശ്വരാ, ഗുഹ ഇതുവഴിയാണെന്ന് തോന്നി ഇറങ്ങുന്നത്. എൻ്റെ മോനെ ബാഗ് കൊണ്ട് കിടന്ന് നേരത്തെ തേച്ചാ ഞാൻ കൊഞ്ചം റെസ്റ്റ് ഇറങ്ങിയ ഇതാണ് നാരായണ ഗുരുസ്വാമി താമസിച്ചിരുന്നു പറയുന്ന ആ ഒരു ഗുഹ. ഇപ്പോഴും പലർക്കും അറിയത്തില്ല, ഒരു മിസ്റ്ററിയാണ് ഈ ഗുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പകത്ത് നാരായണ ഗുരുസ്വാമിയുടെ ഒരു ഫോട്ടോ ഇരിക്കുന്നുണ്ട്. ഇവിടെയാണ്, എത്ര നൂറ്റാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ നോക്കുന്നൊരു വ്യൂ ഉണ്ടായിരുന്നോ? നിങ്ങൾ പോയിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊരു ടാസ്ക് പിടിച്ചൊരു വഴിയാണിത്. ഒരാൾക്ക് കഷ്ടിച്ച് ഇറങ്ങാം. ഇതുവഴി കൂടെയൊക്കെ സൂക്ഷിച്ച് കണ്ടു പോവുക. ക്യാമറ താഴെ പോകാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ എന്ന്
പറയണത് അത്യാവശ്യം ഒരാൾക്ക് കഷ്ടിച്ച് പോകാനുള്ള ഒരു വഴിയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വഴിയില്ല, പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല ഇവിടെ കയറാൻ വേണ്ടി. എന്താ മോനെ, ഞാൻ കയറി ഇറിയിപ്പോവും. ആ രീതിക്കാണ് വഴി. അപ്പം ഇവിടെ കയറെങ്കിൽ അത്യാവശ്യം ടാസ്ക് എടുത്ത് തന്നെ കയറണം. ഗുണാക്കേവ് ഇതിനേക്കാൾ സിമ്പിളായിട്ട് കയറാം. പക്ഷേ ഈ വഴി ഇറങ്ങാൻ എത്തിപ്പാടാണ് മോനെ. ഒരാൾ കഷ്ടിച്ചിറങ്ങാൻ പറ്റുന്ന വഴിയാണ് നാരായണപുരത്ത് തമസിൽ എന്ന് പറയുന്ന ഒരു ഗുഹ. ഒടുവിൽ നമ്മൾ കഷ്ടപ്പെട്ട് ഗുഹയ്ക്ക് മുകളിൽ കയറിയിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ നാട്ടുകാർ ഇതുവരെ ഈ ഒരു സ്ഥലം കണ്ടു കാണത്തില്ല. നാരായണ ഗുരുസ്വാമി മരുത്തോമയിൽ തപസ്സിരുന്ന ഒരു ഗുഹ എന്ന് പറയുന്ന ഒരു സ്ഥലം. ആ കാണുന്നത് കന്യാകുമാരിയാണ്. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയും നമ്മളെ പെരുമാറ് പാറയാണ്. പക്ഷേ ഇത് ഹൈവേ ആണ്. ആ വെളുത്ത് കിടക്കുന്ന ഹൈവേ ആണ്. ആ കാണുന്ന ഉപ്പുപാടമാണ്. ഉപ്പ് ശുദ്ധീകരിക്കുന്ന പാടമാണ് ആ കാണുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഇതിലേ പോയിട്ട് റൂട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഉപ്പുപാടത്തിൽ പോകാനുള്ള വഴി. എങ്കിലും നമുക്ക് ആ ഉപ്പുപാടത്തിൽ പോയതിന് ശേഷം ഇവിടെ നിന്ന് സിമ്പിളായിട്ട് കാണാൻ പറ്റുന്നു. പക്ഷെ അവിടെ പോകുന്ന ടാസ്ക്കാണ്. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഒരു പിടിയില്ല ഉപ്പുപാടത്തിലോട്ട് പോകാൻ പറ്റുന്ന വഴി. അപ്പം ലൊക്കേഷൻ വേണമെന്ന് ചോദിച്ചാൽ കമൻറ്റ് പറഞ്ഞുതരാം. തമിഴ്നാട്ടിൽ ഇത്രയും മനോഹരമായ ഒരു മലനിര ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. കാറ്റ് സമയത്ത് നിൽക്കരുതേ, പൊന്നടിച്ച് താഴെ ഇട്ട് കഴിഞ്ഞാൽ 19,000 അടിക്ക് താഴേക്ക് പോകും. അത് മാത്രമല്ല ഇവിടുത്തെ ലൊക്കേഷൻ കമൻറ്റ് ഇട്ടോ, ഞാൻ പറഞ്ഞു തരാം. ആരും പൊങ്കാലിടാൻ വരണ്ട. ആൾറെഡി ഞാനൊരു ക്ഷേത്രത്തിൽ ഇരിക്കുന്നുണ്ട്, പൊങ്കാല ഇവിടെ ഇട്ടോളാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇവിടുത്തെ ലൊക്കേഷൻ വേറെ ലെവലാണ് മോനെ, വേറെ ലെവല്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും നല്ലൊരു കിട്ടിയ സ്ഥലം നമ്മളെ കന്യാകുമാരിക്ക് അടുത്ത് ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതും ഇത്രയും പൊക്കം ഞാൻ ട്രക്ക് ചെയ്ത് കയറിയത്തിൽ ഇത്രയും ടാസ്കിൽ. കാര്യം ഈ ചുറ്റും കാണുന്ന തെങ്ങിൻ തോട്ടമാണ്, കണ്ടായിരുന്നോ? തെങ്ങിൻ തോട്ടം, ഉപ്പുപാടം, കന്യാകുമാരി ആണ്. ദാ കാണുന്ന കന്യാകുമാരിയാണ്. ഇത് കന്യാകുമാരി ഹൈവേ ആണ്. നമുക്കിവിടെ നിന്ന് ഏകദേശം മാപ്പിൽ എങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ അതേപോലെയാണ് കടലും നമ്മളെ ചുറ്റുപാടും കിടക്കുന്നത്. ഇതിപ്പോൾ എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണെന്ന് അറിയുമോ? അങ്ങ് ഒരുപാട് ദൂരെയാണ് നമ്മളെ കേരളം കാണുന്നത്, കേരള അതിർത്തി കാണുന്നത്. അപ്പം ഇത് ഫുള്ളും തമിഴ്നാടാണ്. ഈ ലൊക്കേഷൻ ഫുള്ളും തമിഴ്നാടാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, കമൻ്റ് ഇട്ടോ, സ്ഥലം പറഞ്ഞു തരാം എവിടെയാണെന്ന്. കിടിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഫാമിലിയായിട്ട് വരാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല. ട്രക്കിംഗ് ആസ്വദിക്കാൻ പറ്റിയവർക്ക് പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ് ഈ ഒരു സ്ഥലം. മുകളിലൊരു ആഞ്ജനേയ സ്വാമി ക്ഷേത്രമുണ്ട്. ക്ഷേത്രം മാത്രമല്ല നാരായണ ഗുരുസ്വാമി തപസ് ചെയ്തൊരു ഗുഹയുണ്ട് താഴെ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പലരും ചോദിക്കാം എന്തുകൊണ്ട് ഡീറ്റെയിൽസ് ക്ലിയറായിട്ട് പറയാത്തതെന്ന്. വീഡിയോയ്ക്ക് താഴെ വരുന്ന നെഗറ്റീവ് കമൻറ്റ് അടിക്കാൻ വരുന്ന ആൾക്കാരൊന്ന് വിചാരിക്കുക. നമ്മൾ പല സ്ഥലങ്ങൾ ഹൈഡ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് മാത്രമാണ്. നിങ്ങൾ മെസ്സേജ് ഇടുക, ഞാൻ കമൻറ്റിൽ സ്ഥലങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഇത് രാവിലെ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സ്ഥലത്ത് കഷ്ടപ്പെട്ട് റിസ്ക് എടുത്തെന്ന് പറയാൻ പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കയറിയ സമയത്തോ ഒരു മനുഷ്യ കുഞ്ഞോലും ഇല്ലായിരുന്നു പോകുന്ന വഴിക്കകത്ത്. ഇപ്പം അത്രയ്ക്കും റിസ്ക് എടുത്താണ് മുകളിൽ വന്നത്. ഇപ്പോൾ ഇവിടെ ഒരു മണിയടിക്കുന്ന ശബ്ദം കേട്ട് ഞാൻ വിചാരിച്ച് പൂജ എന്തെങ്കിലും ആണെന്ന്. അപ്പോഴാണ് വിചാരിച്ചത് മുകളിൽ കുറച്ച് ആൾക്കാർ വന്ന് അവർ സ്വന്തം രീതിയിൽ പൂജ ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. എങ്കിലും ഞാൻ റൂട്ട് ഞാൻ പറഞ്ഞുതരാം. തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 68 കിലോമീറ്ററാണ് മരുത്തോമലയ്ക്ക്. കന്യാകുമാരി ഇവിടെ നിന്ന് 8 കിലോമീറ്ററാണ്. ഇവിടെ നിന്ന് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ട്രക്ക് ചെയ്തോണം ഈ ടോപ്പിലെത്താൻ വേണ്ടി. ഇവിടെ നിന്ന് ഏകദേശം കന്യാകുമാരി ടോട്ടലി കാണാൻ പറ്റും. കന്യാകുമാരി കാണാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് താഴെ കണ്ടായിരുന്നോ, കാലോ കൈ തെറ്റിക്കഴിഞ്ഞാൽ നേരെ താഴെ പോകും. ഇവിടെ പ്രത്യേകിച്ച് കൈവരികളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളത് ആ റിസ്ക് എടുത്തോണം നമുക്ക് മുകളിൽ കയറാൻ. ഞാനിപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, പലപ്പോഴും ഞാനിപ്പോൾ ഈ ക്യാമറ യൂസ് ചെയ്യുന്നത് നമുക്കൊരു എമർജൻസി ഘട്ടങ്ങളിൽ നമുക്ക് ഈ ക്യാമറ ഒരുപാട് യൂസ് ആവും. കാര്യം എത്രയും പെട്ടെന്ന് നമുക്ക് മൊബൈലൊന്നും എടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കൊരു കയ്യിലൊരു എമർജൻസി ആയിട്ട് ബാക്കപ്പ് ക്യാമറ കയ്യിരിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഞാനതിൻ്റെ ഈ ഗോപ്രോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം എനിക്കതിൻ്റെ ഒരു വിഷമം മനസ്സിലായി, ക്യാമറ കയ്യില്ലാത്തതിൻ്റെ ഒരു വിഷമം മനസ്സിലായി. അപ്പോൾ ഇവിടെ നിന്ന് കയറുന്ന പോലെ ഇറങ്ങാൻ അത്യാവശ്യം നല്ല പാടാണ്. അപ്പം തിരിച്ചിവിടെ നിന്ന് ഇറങ്ങുന്നത് അത്യാവശ്യം ടാസ്ക് ആണെന്ന് പറയാൻ കാര്യം അറിയാമോ? നമ്മൾ കയറുന്ന സ്പീഡിൽ ഒരിക്കലും ഇറങ്ങാൻ പറ്റത്തില്ല, നല്ല പ്രശ്നമാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആദ്യം ഒരിക്കൽ കയറിയിട്ട് രണ്ടാമത് ഇറങ്ങിയിട്ട് മൂന്നാമതാണ് കയറിയത്. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ഈ മലയുടെ മുകളിൽ കയറുമെന്നോ ഇത്രയും കാഴ്ചകൾ ആസ്വദിക്കുമെന്നോ.
അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾക്കും ഈ കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഞാൻ കയ്യിൽ വെക്കുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് തെന്നിക്കഴിഞ്ഞാൽ നമ്മൾ താഴെ പോകാൻ ചാൻസ് കൂടുതലാണ്. അത്രയ്ക്ക് റിസ്ക് പിടിച്ച വഴിയാണ് ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം നമുക്കിനി ക്യാമറയിൽ ഷൂട്ട് ചെയ്യാം. നമ്മളങ്ങ് ദൂരെ നിന്ന് കാണുന്നൊരു ക്ഷേത്രമുണ്ടല്ലോ, അതാണ് ഈ ക്ഷേത്രം. നമുക്ക് ഈ ക്ഷേത്രത്തിനകത്ത് കയറി ഒന്ന് തൊഴുതിട്ട് പോവാം. അപ്പം ആ റോഡിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഈ ക്ഷേത്രം നല്ലതുപോലെ കാണാൻ പറ്റും. നട അടച്ചെന്ന് അറിയത്തില്ല. മണി ഇപ്പോൾ 1 മണിയാകുമ്പോൾ പോകണം. ഇവിടെ നിന്ന് കാണുന്ന 2 കിളിവാതിലുണ്ടായിരുന്നോ? എൻ്റെ പൊന്നു മോനെ കിട്ടില്ല. ഇതും കഴിഞ്ഞ് പണ്ടത്തെ അന്ന തൂണാണ്. ഇവിടെ ശിവനെ പാർവതിയൊക്കെ വരച്ചിട്ടുണ്ട്. അടിയും കയറി നമ്മൾ